ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചേർക്കാനുള്ള സവാളയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ട റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിലോട്ടിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവാള ചേർത്ത് കൊടുക്കുക. സവാള ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള എത്രത്തോളം നല്ലതുപോലെ വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം വഴറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലോട്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കീറി വെച്ചിരിക്കുന്ന 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ പിരിയൻമുളകിൻ്റെ പൊടിയാണ്. പിരിയൻമുളകിൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. പിന്നെ എരിവും കുറവായിരിക്കും. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പൊടികളുടെ എല്ലാം പച്ച മണം മാറുന്നിടം വരെ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ മുട്ട റോസ്റ്റിന് ഒരുപാട് പുളി കൂടുതലാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തക്കാളിയൊക്കെ പാകത്തിന് മാത്രമേ ചേർക്കാവുള്ളൂ. ഈ തക്കാളി ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി ഉടഞ്ഞു വരണം. ഇനി ഇതിലോട്ട് പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ മുട്ടയെല്ലാം ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പിലിട്ടിട്ട് ഒരു 1 മിനിറ്റോളം അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും ആ അരപ്പെല്ലാം കൂടെ ആ മുട്ടയിലോട്ടൊന്ന് ചെറുതായിട്ട് പിടിക്കും. എപ്പോഴും മുട്ട നല്ലതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1 നുള്ളു പഞ്ചസാരയാണ്. ഈ പഞ്ചസാര ചേർക്കുന്നത് ഈ തക്കാളിയൊക്കെ ചേർത്തല്ലോ ഇതിൻ്റെ അകത്ത്, അതിൻ്റെ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മുട്ടക്കറി കഴിക്കുമ്പോൾ അതിന് ചെറിയൊരു മധുരമുണ്ട്. അവരത് നന്നായിട്ട് പഞ്ചസാര ചേർക്കും. അവർ ഈ 1 നുള്ളൊന്നും അല്ല, അതിലൊക്കെ നല്ലതായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പാത്രം അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴത്തേക്ക് ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണിത്. ഇതിപ്പം ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ മുട്ട റോസ്റ്റിന്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.